ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ടോസ്റ്റർ എന്ന മൂവിയാണ്. കഥയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അർദ്ധരാത്രിയിൽ ആരോധികം വരാത്ത ഒരു പാർക്കിന്റെ നടുക്കായിട്ട് നമ്മുടെ നായകനായ രമാകാന്ത് ആരെ കുഴിച്ചിടാൻ വരുന്നതാണ്. അവന്റെ കൂടെ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഫേസ് കാണിക്കുന്നില്ല. കഥ ചെറുതായിട്ട് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അമരെ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനെയാണ് കാണിക്കുന്നത്. അയാൾ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനായിട്ട് അഭിനയിച്ചിട്ട് റിസോർട്ടുകളിലും പോയി ഒരുപാട് സ്ത്രീകളുടെ കൂടെ സെക്സ് ചെയ്യലായിരുന്നു ഇയാളുടെ മെയിൻ പണി. ഗ്ലെൻ എന്ന് പറയുന്ന ഒരാളാകട്ടെ ഇയാളുടെ ഈ കള്ളത്തരങ്ങളെല്ലാം വീഡിയോ ആക്കി എടുക്കുന്നു. അയാൾ താമസിക്കാൻ വന്നൊരു റൂമില് ഹിഡൻ ക്യാമറ വെച്ചിട്ടാണ് ഇയാളുടെ വീഡിയോ ഗ്ലെൻ പകർത്തിയത്. നമ്മുടെ രമാകാന്ത് ആകട്ടെ ഈ ഗ്ലെന്നിന്റെ അമ്മയായ ഡിസൂസയുടെ വീട്ടിൽ വാടകയ്ക്കായിരുന്നു താമസിക്കുന്നത്. ഇവരെല്ലാവരും ഒരേ കോളനിയിൽ തന്നെയായിരുന്നു. നമ്മുടെ രമാകാന്ത് നല്ല പിശുക്കനാണ്. ഒരു രൂപ പോലും അയാൾ വെറുതെ കളയാറില്ല. പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തും ചെയ്യും. ഈ കോളനിയിൽ റെന്റ് കുറവായതുകൊണ്ടാണ് ഇവിടെ കൂടുതലും വൃദ്ധന്മാരായിട്ട് പോലും അയാൾ ഇവിടെ താമസിക്കുന്നത്. രമാകാന്തിന്റെ വൈഫ് ശില്പയ്ക്കാകട്ടെ ഇവിടെ താമസിക്കാൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ഇത്രയും റെന്റ് കുറച്ച് വേറെ എവിടെയും വീട് ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു നിർബന്ധിച്ച് ശില്പയെ ഇവിടെ തന്നെ താമസിപ്പിച്ചിരുന്നത്. അനാവശ്യമായിട്ട് കറണ്ട് ചെലവാക്കാനോ അതുപോലെ ഫുഡ് ഐറ്റംസ് വാങ്ങി ഒരുപാട് കാശ് കളയാനോ ഒന്നും തന്നെ രമാകാന്ത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ശില്പയ്ക്കാകട്ടെ ക്രൈം സ്റ്റോറീസ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ടിവിയിൽ അങ്ങനത്തെ പ്രോഗ്രാം ആയിരുന്നു അവൾ കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടും ഒരു കുഞ്ഞിനെ കുറിച്ച് പോലും ഇവർ ചിന്തിക്കാത്തതിന് കാരണം രമാകാന്തിന്റെ പിശുക്കായിരുന്നു. ഒരു കുട്ടി കൂടി വന്നു കഴിഞ്ഞാൽ ചെലവ് കൂടുമെന്നാണ് രമാകാന്ത് എപ്പോഴും പറയുന്നത്. ശില്പ കരാട്ടെ പഠിച്ചിട്ടുണ്ട്. അവളുടെ കരാട്ട മാസ്റ്ററിന്റെ മകളുടെ വിവാഹമാണ്. അതിനെന്തെങ്കിലും ഗിഫ്റ്റുമായിട്ട് പോകണമെന്ന് ശില്പ പറയുന്നുണ്ട്. ചെലവിങ്ങനെ കൂടി വരുന്നത് രമാകാന്തിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാളാകട്ടെ ഡിസൂസ എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടിട്ട് വാടക ഇനത്തിൽ കുറച്ചുകൂടി കാശ് കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് ശില്പയുടെ പ്രോബ്ലം കൊണ്ടാ. അവൾക്ക് ട്രീറ്റ്മെന്റ് നടക്കുക. IVF ചെയ്തെങ്കിലേ കുട്ടികൾ ഉണ്ടാകൂ. അതിന് ഒരുപാട് കാശ് വേണം. അതുകൊണ്ട് വാടക ഇനത്തിൽ കുറച്ച് കാശ് കുറച്ചു തരണമെന്നൊക്കെ ഇവൻ കള്ളം പറയുന്നു. ഡിസൂസ അത് വിശ്വസിച്ച് 500 രൂപ കുറച്ചു കൊടുത്തു. ഡിസൂസയ്ക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നൊരു ടോസ്റ്റർ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇടയ്ക്കിടയ്ക്ക് കേടാകും. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ് കരഞ്ഞാണ് വരുന്നത്. വീട്ടില് ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത്രയും സാധനം ചെലവാകുമെന്ന് കരുതിയിട്ട് ഡിസൂസയെ കാണാൻ വരുമ്പോഴേക്ക് രമാകാന്ത് ഡിസൂസയുടെ അടുത്തു നിന്നും ഈ ബ്രെഡ് ടോസ്റ്റ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഡിസൂസയുടെ ഫ്രണ്ടും അതേ കോളനിയിൽ തന്നെ താമസിക്കുന്ന മറ്റൊരു സ്ത്രീയായിരുന്നു മിസസ് ഫെർവാനി. ഡിസൂസയോട് രമാകാന്തിന് വലിയ സ്നേഹമാണ്. അത്രയധികം ക്ലോസ് ആയിട്ടൊന്നും ഫെർവാനിയോട് രമാകാന്ത് സംസാരിക്കാറില്ലായിരുന്നു. അവിടുത്തെ ടൗണില് ഒരു പെർഫ്യൂം ഷോപ്പാണ് രമാകാന്ത് നടത്തുന്നത്. ഫുഡ് എന്ന് പറയുന്ന ഇയാളാകട്ടെ രമാകാന്തിന്റെ ഒരു നല്ല കസ്റ്റമർ കൂടിയാണ്. മാസ്റ്ററിന്റെ മകളുടെ വിവാഹത്തിന് പോകാൻ വേണ്ടിയിട്ട് ശില്പ റെഡിയായി രമാകാന്തിന്റെ ഷോപ്പിലേക്ക് വരുന്നു. എന്നാൽ രമാകാന്ത് ആകട്ടെ നല്ല ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിന് പകരം അവർ ടെസ്റ്റിന് വെക്കുന്ന ചെറിയൊരു പെർഫ്യൂം എടുത്ത് വലിയൊരു പാക്കറ്റിലാക്കി പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അത് ശില്പയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മാസ്റ്ററിന്റെ മകൾക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല, നല്ല ഗിഫ്റ്റ് തന്നെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ശില്പ രമാകാന്തിന്റെ ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട ടോസ്റ്ററാണ് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കുന്നത്. 5000 രൂപ വിലയുള്ള ടോസ്റ്ററാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ രമാകാന്തിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇത്രയും കാശൊന്നും വെറുതെ കളയാൻ അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ശില്പയുടെ നിർബന്ധം കാരണം രമാകാന്തിന് അത് വാങ്ങേണ്ടി വന്നു. വിവാഹത്തിന് പോയി അവർ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ബാക്കി എല്ലാവരെക്കാളും വലിയ ഗിഫ്റ്റ് നമ്മളാ കൊടുത്തത്, ഇത്രയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് രമാകാന്ത് ഇടയ്ക്കിടയ്ക്ക് ശില്പയോട് പറയാൻ തുടങ്ങി. കൂടാതെ അവിടെ സെർവ് ചെയ്ത ഫുഡില് മുഴുവൻ അവർക്ക് കഴിച്ചു തീർക്കാൻ പറ്റാത്തത് കാരണം ആരും കാണാതെ കുറേയധികം പാക്ക് ചെയ്ത് രമാകാന്ത് എടുക്കുന്നുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് വെറുതെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കാശ് കളയേണ്ടെന്നാണ് രമാകാന്ത് പറയുന്നത്. വിവാഹം തുടങ്ങുന്നതിന് മുൻപ് പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്ത് അവർ വീട്ടിലേക്ക് പോയി. എന്നാൽ പിറ്റേന്ന് രാവിലെയാണ് ശില്പ അറിയുന്നത് താലികെട്ടിന്റെ സമയത്ത് ആ പയ്യന്റെ കാമുകി വന്നുവെന്നും അവൾ പ്രഗ്നന്റ് ആയിരുന്നുവെന്നും അങ്ങനെ കല്യാണം മുടങ്ങിയെന്ന്. മാസ്റ്ററിന്റെ മകള് ഒരുപാട് വിഷമത്തിലിരിക്കുകയാണെന്നും പറയുന്നു. എന്നാൽ ഇത് കേട്ട രമാകാന്തിന് ദേഷ്യം വരുന്നുണ്ട്. കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെന്തിനാ നമ്മൾ ആ ഗിഫ്റ്റ് കൊടുത്തത്, അത് നമുക്ക് തിരിച്ചു വാങ്ങണമെന്ന് പറയുന്നു. ശില്പ അവനെ കുറെ വഴക്ക് പറയാൻ തുടങ്ങി. കൊടുത്ത ഗിഫ്റ്റ് എങ്ങനെ തിരിച്ചു വാങ്ങുന്നു ചോദിച്ചിട്ട്. അവളുടെ കല്യാണം മുടങ്ങി, ഗിഫ്റ്റും പോയി. ഇനി അവൾക്ക് വീണ്ടും കല്യാണം ഫിക്സ് ചെയ്യുമ്പോൾ വീണ്ടും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? വീണ്ടും നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് പോകില്ലേ? അതായിരുന്നു രമാകാന്തിന്റെ ടെൻഷൻ. ശില്പ വേണ്ടാന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ രമാകാന്ത് ആകട്ടെ ആ മാസ്റ്ററിന്റെ വീട്ടിലേക്ക് പോയിട്ട് അയാളുടെ കയ്യിൽ നിന്നും ആ ഗിഫ്റ്റ് തിരിച്ചു വാങ്ങാൻ ശ്രമിച്ചു. എന്നാൽ അയാൾ പറയുന്നുണ്ട് കല്യാണം മുടങ്ങിയത് കാരണം ആ ഗിഫ്റ്റ് എല്ലാം ഇവർ അനാഥാലയത്തിൽ കൊടുത്തുവെന്ന്. 5000 രൂപയുടെ ടോസ്റ്റർ ഇങ്ങനെ വെറുതെ എടുത്ത് അനാഥാലയത്തിന് കൊടുക്കാൻ എങ്ങനെ തോന്നിയെന്ന് പറഞ്ഞിട്ട് രമാകാന്ത് ദേഷ്യത്തില് ആ അനാഥാലയത്തിന്റെ അഡ്രസ്സും വാങ്ങി അവിടെ നിന്നും പോയി. അനാഥാലയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ഓണറായിട്ടുള്ള സ്ത്രീ ആകട്ടെ ആ ടോസ്റ്ററിൽ ബ്രെഡ് ഉണ്ടാക്കി കഴിക്കുന്നു. ഇത് തന്റെ ടോസ്റ്റർ ആണെന്നും തനിക്ക് തിരിച്ചു വേണമെന്നും പറയുന്നുണ്ട് രമാകാന്ത്. ബില്ല് നിങ്ങളുടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ വാറന്റി കാർഡ് എന്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രമാകാന്ത് അത് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അവരാകട്ടെ അത് കൊടുക്കാൻ തയ്യാറായില്ല. ഞങ്ങൾക്ക് ആ കല്യാണ വീട്ടുകാർ തന്നതാ, ഇത് ഞാൻ തരില്ല, ഇവിടെ കുട്ടികൾക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണമെന്ന് പറയുന്നുണ്ട്. അവർ കൊടുക്കാത്ത സ്ഥിതിക്ക് അവരറിയാതെ അത് മോഷ്ടിക്കാനായിരുന്നു രമാകാന്തിന്റെ പ്ലാൻ. ആ സമയം ഗ്ലെൻ ആകട്ടെ ആ പൊളിറ്റീഷ്യൻ അമരയുടെ വീഡിയോ മുഴുവൻ അയാൾക്ക് അയച്ചു കൊടുക്കുന്നു. ഈ വീഡിയോ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കണ്ടെങ്കിൽ തനിക്ക് 2 കോടി രൂപ തരണമെന്നാണ് ഗ്ലെൻ ആവശ്യപ്പെടുന്നത്. ഒടുവിൽ ആ പൊളിറ്റീഷ്യൻ ഗ്ലെന്നിനോട് പറയുന്നുണ്ട്, എന്റെ ഒരാൾ വന്ന് നിന്നെ കാണും, ആ സമയത്ത് നിങ്ങൾ ഡീല് സംസാരിച്ചാൽ മതിയെന്ന്.
അനാഥാലയത്തിൽ നിന്നും ആ ടോസ്റ്റർ മോഷ്ടിക്കാൻ രമാകാന്ത് അതിന്റെ പുറത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അയാളിടയ്ക്ക് അത് വാങ്ങിയ ഷോപ്പിലേക്ക് വിളിച്ചിട്ട് സെയിൽസ്മാനോട് സംസാരിക്കുന്നുണ്ട്. ആ ടോസ്റ്റർ ഞാൻ തിരിച്ചു കൊണ്ടുവന്നാൽ എനിക്ക് കാശ് തിരിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചു തന്നു കഴിഞ്ഞാൽ തങ്ങൾ എടുത്തോളാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ രമാകാന്ത് ആരും അറിയാതെ ആ ഓർഫനേജിൽ കയറി ആ ടോസ്റ്റർ എടുക്കുന്നു. ആ സമയം ഏതോ ഒരു കുട്ടിയാകട്ടെ ആ ടോസ്റ്ററിനകത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ടോസ്റ്റർ എടുത്തുകൊണ്ട് രമാകാന്ത് ഓർഫനേജിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ നേരത്താണ് ശില്പയുടെ കോള് വരുന്നത്. തന്റെ മാസ്റ്ററിന്റെ വീട്ടിൽ പോയിട്ട് നീ ടോസ്റ്ററിന് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകൊണ്ട്. അവൻ ആ കോളും അറ്റൻഡ് ചെയ്തുകൊണ്ട് മതിലിന്റെ മുകളിൽ തന്നെ നിന്നത് കാരണം ഓർഫനേജിൽ ഒരു കുട്ടി ഇത് കാണുകയും കള്ളൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോവുകയും ചെയ്തു. എങ്ങനെയൊക്കെയോ രമാകാന്ത് അവിടെ നിന്നും തിരിച്ചു തന്റെ കോളനിയിലേക്ക് എത്തി. ശില്പ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് രമാകാന്ത് തൽക്കാലം ആ ടോസ്റ്റർ വീട്ടിലേക്ക് കൊണ്ടുപോകണോ വേണ്ടിയോ എന്ന് ആലോചിക്കുകയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ആ ഓർഫനേജിലെ സ്ത്രീയാകട്ടെ രമാകാന്ത് ടോസ്റ്റർ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയും പോലീസുകാരുമായിട്ട് രമാകാന്തിന്റെ വീട്ടിൽ വരികയും ചെയ്യുന്നതാണ്. താനത് മോഷ്ടിച്ചിട്ടൊന്നുമില്ലെന്നും അതിന്റെ വാറന്റി കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് താൻ ഓർഫനേജിൽ പോയതെന്നും രമാകാന്ത് പറയുന്നു. എന്നാൽ ആ സ്ത്രീ ബഹളം വെക്കാൻ തുടങ്ങി. ഇയാൾ തന്നെ അത് മോഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ രമാകാന്തിന്റെ വീട് മുഴുവൻ പരിശോധിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് എങ്ങും തന്നെ ടോസ്റ്റർ കിട്ടിയില്ല. അതോടെ ശില്പയും രമാകാന്തിന്റെ കൂടെ നിൽക്കുന്നു. എന്റെ ഹസ്ബൻഡ് അതൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ആ സമയം നമ്മളെ ഡിസൂസയുടെ വീടാണ് കാണിക്കുന്നത്. ഡിസൂസ തന്റെ പഴയ ടോസ്റ്റർ എടുത്തിട്ട് ക്ലീൻ ആക്കിയായിരുന്നു. എന്റെ ടോസ്റ്റർ കേടായി, നിന്നോട് എത്ര നാളായിട്ട് പറയുന്നു ഇതൊന്ന് ശരിയാക്കി തരാനെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഗ്ലെൻ ആ സമയം ഫോണിൽ നോക്കിക്കൊണ്ട് ടേബിളിന്റെ അടുത്തേക്ക് വന്നിരുന്നു. ബ്രിട്ടീഷിന്റെ ആളാകട്ടെ കാശിന്റെ കാര്യം സംസാരിക്കാൻ 1 മണിക്കൊരു മാളിലേക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്ലെൻ. അതുകൊണ്ട് അവനാകട്ടെ ഡിസൂസ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ല. ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമേ ഗ്ലെൻ കേട്ടുള്ളൂ. എന്റെ ടോസ്റ്റർ കേടാണ്, അത് ശരിയാക്കണമെന്ന്. ശരിക്കും ഗ്ലെൻ ഇരിക്കുന്ന ടേബിളിന്റെ മുകളിലായിട്ട് ഒരു ടോസ്റ്റർ എടുപ്പുണ്ടായിരുന്നു. അതായത് നമ്മുടെ രമാകാന്ത് തലേന്ന് രാത്രി ആ ടോസ്റ്റർ ഡിസൂസ ആന്റിയുടെ വീട്ടില് തൽക്കാലം സൂക്ഷിക്കാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ടോസ്റ്റർ കേടായിരിക്കുന്ന കാര്യമാണ് ഡിസൂസ പറയുന്നതെന്ന് ചിന്തിച്ച് ഗ്ലെൻ ആകട്ടെ അവരെ നോക്കുക പോലും ചെയ്യാതെ ടേബിളിന്റെ മുകളിലിരിക്കുന്ന പുതിയ ടോസ്റ്റർ എടുത്തിട്ട് നന്നാക്കാനുള്ള രീതിയിൽ അവിടെ നിന്നും പോയി. ഗ്ലെൻ ആ കാശ് വാങ്ങിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് പൊളിറ്റീഷ്യന്റെ ആളെ കാണാൻ പോവുകയാണ്. ആ വഴിക്ക് രമാകാന്ത് ഗ്ലെന്നിനെ കാണുന്നു. താൻ ഡിസൂസ ആന്റിയുടെ വീട്ടിൽ വെച്ച അതേ ടോസ്റ്റർ ഗ്ലെന്നിന്റെ കയ്യിൽ കണ്ടതും രമാകാന്ത് ഗ്ലെന്നിനെ ഫോളോ ചെയ്തു പോകുന്നു. ആ പൊളിറ്റീഷ്യന്റെ ആളാകട്ടെ ഗ്ലെന്നിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അമര എന്ന് പറയുന്ന പൊളിറ്റീഷ്യന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് അയാളുടെ വീഡിയോ അടങ്ങുന്ന മെമ്മറി കാർഡ് എനിക്ക് തരുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാക്കി അയാളെ നിന്നെ കൊന്നുകളയും. അതുകൊണ്ട് ഞാൻ അടുത്ത തവണ നിന്നെ കാണാൻ വരുമ്പോ മര്യാദയ്ക്ക് മെമ്മറി കാർഡ് നീ തിരിച്ചു തരുന്നതാ നല്ലതെന്ന്. ഇത് കേട്ടതും ഗ്ലെൻ ഒന്ന് പേടിക്കുന്നു. ഇവർ കാശ് തരുന്ന ലക്ഷണമില്ലാന്ന് ഗ്ലെന്നിന് തോന്നാൻ തുടങ്ങി. ഗ്ലെൻ ആകെ ടെൻഷനായിട്ട് ആ ടോസ്റ്ററും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരുന്നു. ആ പൊളിറ്റീഷ്യന്റെ വീഡിയോ അടങ്ങുന്ന മെമ്മറി കാർഡ് എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കണമെന്ന് ഗ്ലെന്നിന് തോന്നി. ആ ടോസ്റ്ററിന്റെ അടിയിൽ ഒരു ട്രേ ഉണ്ടായിരുന്നു. അതിനകത്താണ് ഗ്ലെൻ അത് സൂക്ഷിച്ചു വെക്കുന്നത്. ഒരു ബ്ലൂ കളർ മെമ്മറി കാർഡ് ആയിരുന്നു അത്. എന്നാൽ ഓൾറെഡി സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഡിസൂസയാകട്ടെ അന്ന് രാത്രി ബാത്റൂമിലിരുന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അറ്റാക്ക് വന്ന് മരിക്കുന്നു. പിറ്റേന്ന് അവരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മിസിസ് ഫെർവാനി ആകട്ടെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി രമാകാന്തിന് സെർവ് ചെയ്യുന്നു. ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ തുടങ്ങിയതും രമാകാന്ത് ആകട്ടെ ഡിസൂസയുടെ വീട്ടിൽ കൊണ്ടുവച്ചിരുന്ന തന്റെ ടോസ്റ്റർ എടുക്കാൻ തുടങ്ങി. എന്നാൽ ഇത് കണ്ട് ഗ്ലെൻ വന്ന് അവനുമായിട്ട് വഴക്കിടുന്നു. ആ ടോസ്റ്ററിനുള്ളിൽ ഇങ്ങനൊരു മെമ്മറി കാർഡ് ഉള്ളവരും രമാകാന്തിന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഗ്ലെന്നിനെ സംബന്ധിച്ച് അത് സേഫ് ആക്കി അവിടെ തന്നെ വെച്ചെങ്കിലേ പറ്റൂ. എന്നാൽ രമാകാന്ത് പറയുന്നുണ്ട് ഇത് എന്റെ ടോസ്റ്റർ ആണെന്നും ആന്റിയുടെ ടോസ്റ്റർ കേടായത് കാരണം ആന്റിക്ക് തൽക്കാലത്തേക്ക് ഞാൻ ഉപയോഗിക്കാൻ കൊടുത്തതാണെന്നും. പക്ഷേ ഗ്ലെൻ അതൊന്നും കേട്ടില്ല. ഇവർ വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ചെറിയടങ്ങി എന്തോ ഫുഡ് കഴിച്ചിട്ട് ശില്പയ്ക്ക് അലർജിയായി. അത് കാരണം പെട്ടെന്ന് രമാകാന്ത് ശില്പയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഗ്ലെൻ വീണ്ടും ആരും കാണാതെ ആ ടോസ്റ്റർ എടുത്ത് ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. രമാകാന്തിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ടോസ്റ്റർ തിരിച്ചു കൊടുത്ത് കാശ് തിരിച്ചു വാങ്ങണം. അത് കാരണം അയാളാകട്ടെ ആരും അറിയാതെ രാത്രിയിൽ ഡിസൂസയുടെ വീട്ടിൽ കയറുന്നു. ഡിസൂസ മരിച്ചത് കാരണം അവിടെ ഗ്ലെൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നു. പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് രമാകാന്ത് കയറിയത്. ഗ്ലെൻ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ടോസ്റ്റർ രമാകാന്ത് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അതും എടുത്തുകൊണ്ട് രമാകാന്ത് പോകുന്നതിന് മുമ്പ് ഗ്ലെൻ അവനെ കൈയോടെ പിടിക്കുന്നു. രണ്ടുപേരും ചേർന്നിട്ട് ആ ടോസ്റ്ററിന് പിടിവലിയായി. അങ്ങനെ ഇവർ രണ്ടുപേരും ബഹളം ഉണ്ടാക്കി ബാൽക്കണി സൈഡിലേക്ക് വരികയും ഈ പിടിവലിക്കിടെ അറിയാതെ കാൽ വഴുതി ഗ്ലെന്നാകട്ടെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുകയും ചെയ്തു. രമാകാന്ത് ആകെ പേടിക്കാൻ തുടങ്ങി. അവൻ താഴെ വന്ന് നോക്കുമ്പോൾ ഗ്ലെന്നിന് ജീവൻ ഉണ്ടായിരുന്നില്ല. ആകെ ടെൻഷനായിട്ട് ആരും കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയതും ഇതിനെക്കുറിച്ച് ആരോടും പറയാതെ രമാകാന്ത് ആ ടോസ്റ്റർ എടുത്ത് അവിടെ നിന്ന് മുങ്ങി. എന്നാൽ കുറ്റബോധം കാരണം അവൻ അപ്പത്തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ കാര്യം പറയാൻ തുടങ്ങിയതും പോലീസുകാർ അവന്റെ ഫോൺ എടുത്തിട്ട് വേറെ ആരോട് സംസാരിക്കുന്നതാണ് അവൻ കേൾക്കുന്നത്. എന്തോ ഒരു സാധനം മോഷ്ടിച്ചതിന്റെ പേരിൽ ഒരു കള്ളനെ എടുത്തിട്ട് ഇടിക്കുന്നതും അവന്റെ പേരിൽ കുറെ കേസ് ചാർത്തുന്നതും രമാകാന്ത് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടതോടെ രമാകാന്തിന് പോലീസുകാർ തന്നോടും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നതെന്ന് തോന്നിയിട്ട് ഈ സത്യങ്ങളൊന്നും പറയാൻ തോന്നിയില്ല. പെട്ടെന്ന് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. ശില്പ ഉറക്കമായിരുന്നത് കാരണം സൗണ്ട് ഉണ്ടാക്കാതെ രമാകാന്ത് ആകട്ടെ ആ ടോസ്റ്ററിന്റെ സൈഡില് അനാഥാലയത്തിൽ ഒരു കുട്ടി ഒട്ടിച്ചിരുന്ന സ്റ്റിക്കർ എല്ലാം തന്നെ ചുരണ്ടയിളക്കി കളഞ്ഞു. എന്നിട്ട് അത് ആ ഷോപ്പിൽ തന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നു. എന്നാൽ ആ സെയിൽസ്മാൻ അത് പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് ഓൾറെഡി ഇത് യൂസ് ചെയ്തതാണെന്നും മാത്രമല്ല ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് അത് ഇളക്കി കളഞ്ഞതിന്റെ പാടൊക്കെ ഇതിലുണ്ട്, അതുകൊണ്ട് ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. രമാകാന്തിന് ആകെ വിഷമമായി. അയാൾ ആ ടോസ്റ്ററും കൊണ്ട്
പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ നേരത്താണ് ശില്പ വിളിച്ച് പറയുന്നത് ഗ്ലെന്ന് മരിച്ചുവെന്നും ബാൽക്കണിയിൽ നിന്നും താഴെ വീണാ മരിച്ചതെന്നും. ചിലപ്പോൾ ഇതൊരു മർഡർ ആകാനും സാധ്യതയുണ്ടെന്ന് ശില്പ പറയുന്നുണ്ട്. ഇത് കേട്ടതും രമാകാന്തിന് ആകെ ടെൻഷനായി. നീ ചുമ്മാ പറയേണ്ട, അത് മർഡർ ഒന്നും ആയിരിക്കില്ല, അവൻ കാലുവഴുതി വല്ലതും വീണതായിരിക്കും എന്നാണ് രമാകാന്ത് പറയുന്നത്. അതും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ അയാളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വന്നിരിക്കുന്നു. തലേന്ന് രാത്രി ഗ്ലെന്നുമായിട്ട് രമാകാന്ത് പിടിവലി കൂടിയതും ഗ്ലെൻ താഴേക്ക് വീഴുന്നതും എല്ലാം തന്നെ ആ വീഡിയോയിലുണ്ട്. തന്റെ ഫ്ളാറ്റിന്റെ ഓപ്പോസിറ്റുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ആരോ വീഡിയോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറയാമെന്നാണ് ആ അൺനോൺ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജിലുണ്ടായിരുന്നത്. ഗ്ലെന്നിന്റെ മരണം അന്വേഷിക്കാൻ ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. ആ പോലീസുകാരൻ മറ്റാരും ആയിരുന്നില്ല, അമറയെന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ ആകട്ടെ ഗ്ലെന്നിനോട് ഡീല് സംസാരിക്കാൻ വിട്ടിരുന്ന അതേ ആള് തന്നെയായിരുന്നു. അയാൾ ഒരു പോലീസുകാരനാണ്. അയാൾ ഈ വീട്ടിൽ വന്നതും ഗ്ലെൻ എവിടെയായിരിക്കും ആ വീഡിയോ അടങ്ങുന്ന മെമ്മറി കാർഡ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. തലേന്ന് അയാൾ കാണുമ്പോൾ ഗ്ലെന്നിന്റെ കയ്യിൽ ആ ടോസ്റ്റർ ഇരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ട് ആ ടോസ്റ്ററിൽ തന്നെയായിരിക്കും ഗ്ലെൻ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അയാൾക്ക് സംശയം തോന്നി. അയാൾ വീടെല്ലാം പരിശോധിച്ചപ്പോൾ ആ ടോസ്റ്റർ അവിടെ കാണുന്നുമില്ല. ഇപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ പോലീസുകാരൻ എന്തുകൊണ്ടാണ് ആ ടോസ്റ്ററിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അയാളുടെ സംസാരം ശില്പ ഒളിഞ്ഞു നിന്ന് കേൾക്കുമ്പോൾ ശില്പയ്ക്ക് മനസ്സിലായി ആരുടെയോ എന്തോ ഒരു സാധനം ആ ടോസ്റ്ററിൽ ഉണ്ടെന്നും അതിനുവേണ്ടിയായി പോലീസുകാരൻ വന്നതെന്നും. രമാകാന്ത് രാത്രിയായപ്പോൾ അൺനോൺ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജിൽ പറഞ്ഞ പ്രകാരം ആ വീഡിയോ അയച്ച ആളുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോഴാണ് രമാകാന്ത് ഞെട്ടിപ്പോകുന്നത്. അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് മറ്റാരും ആയിരുന്നില്ല, മിസ്സിസ് ഫെർവാനി ആയിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ അവരൊരു വയസ്സായ സ്ത്രീയാണ്. എന്നാൽ ഇപ്പോഴാകട്ടെ അവര് മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് ഭയങ്കര സെക്സി ആയി നിൽക്കുന്നു. തന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 20 വർഷമായെന്നും അതിനുശേഷം തന്റെ ലൈഫിൽ സന്തോഷമൊന്നും താൻ അറിഞ്ഞിട്ടില്ലെന്നും നിന്നെപ്പോലുള്ള പയ്യന്മാരെ എനിക്ക് വളരെയധികം ഇഷ്ടമാണെന്നും ഫെർവാനി പറയുന്നു. ഞാൻ എന്ത് പറയുന്നു അതൊക്കെ നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ ആ വീഡിയോ ഞാൻ ആരെയും കാണിക്കില്ല എന്നാണ് അവർ പറയുന്നത്. വേറെ നിവൃത്തിയില്ലാതെ രമാകാന്തിന് അവര് പറയുന്നതെല്ലാം ചെയ്യേണ്ടതായിട്ട് വരുന്നു. അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കണം, അവരുടെ വീട്ടിൽ ജോലി ചെയ്യണം, അവരെ എന്റർടൈൻ ചെയ്യണം. രമാകാന്ത് കുറേയധികം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ആന്റിക്ക് വേണമെങ്കിൽ സമ്മാനമായിട്ട് എന്റെ ഈ ടോസ്റ്റർ തരാം, ഈ ടോസ്റ്റർ ആന്റി എടുത്തോ, പകരം എന്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ ആ ടോസ്റ്റർ അവർ വാങ്ങിയിട്ടും അവന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നില്ല. അവനെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. പിന്നീടുള്ള രാത്രികളിലെല്ലാം തന്നെ രമാകാന്ത് വീട്ടിലേക്ക് താമസിച്ച് വരാൻ തുടങ്ങി. കാരണം ഈ ഫെർവാനി വിളിക്കുന്നതിനനുസരിച്ച് രാത്രിയിൽ അവരുടെ വീട്ടിൽ പോവുകയും വേണം, അവരെ എന്റർടൈൻ ചെയ്യിക്കുകയും വേണം. ഫെർവാനിയുടെ റിയൽ ഫേസ് ആ കോളനിയിലുള്ള ആർക്കും അറിയില്ലായിരുന്നു. രമാകാന്തിന് മാത്രമേ അവരുടെ റിയൽ സ്വഭാവം മനസ്സിലായുള്ളൂ. പല രാത്രികളിലും അവനെ കാത്തിരുന്ന് ശില്പ ഒറ്റയ്ക്ക് ആഹാരം കഴിക്കാനും ഒറ്റയ്ക്ക് കിടന്നുറങ്ങാനും തുടങ്ങി. അവൻ ഓരോ രാത്രികളിലും ശില്പയോട് ഓരോരോ കള്ളം പറഞ്ഞാണ് ലേറ്റായി വന്നുകൊണ്ടിരുന്നത്. ദിവസം രാത്രി ശില്പ നോക്കുമ്പോഴാകട്ടെ ആ പോലീസുകാരൻ ആരും കാണാതെ ഒളിച്ചും പാത്തും നിന്നെ ഡിസൂസയുടെയും വീട്ടിൽ കയറുന്നതാണ് കാണുന്നത്. അവിടെ നിന്ന് ആ അമറയെന്ന് പറയുന്ന പൊളിറ്റീഷ്യനെ പോലീസുകാരൻ വിളിക്കുന്നുണ്ടായിരുന്നു. ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കും എല്ലാം താൻ ചെക്ക് ചെയ്തു, അതിലൊന്നും ആ വീഡിയോ ഇല്ല. ഉറപ്പായിട്ടും ആ ടോസ്റ്ററിൽ തന്നെയായിരിക്കും അവൻ ആ വീഡിയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും അയാൾ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ശില്പയും കേട്ടു. അതേസമയം രമാകാന്ത് അങ്ങോട്ട് ഫെർവാനിയുടെ വീട്ടിൽ അവര് പറഞ്ഞ് ജോലിയും ചെയ്ത് അവരെ എന്റർടൈനും ചെയ്യിപ്പിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവർ ഫോൺ അൺലോക്ക് ചെയ്ത് എന്തൊക്കെയോ നോക്കുന്നത് കാണുന്നത്. ഫോൺ വെച്ചിട്ട് അവർ അങ്ങോട്ടേക്കൊന്ന് മാറിയതും രമാകാന്ത് ആ ഫോൺ ചെക്ക് ചെയ്യുന്നു. അതിൽ അവന്റെ വീഡിയോ ഉണ്ടോ നോക്കുന്നു. എന്നാൽ അവനും ഗ്ലെന്നും തമ്മിൽ പിടിവലി കൂടുന്ന വീഡിയോ ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. അങ്ങനെ രമാകാന്ത് രാവിലെ ജോലിക്ക് പോകുമ്പോഴും എക്സസൈസ് ചെയ്യാൻ പോകുമ്പോഴും ഒക്കെയുള്ള കുറെ ഫോട്ടോസ് ഇവർ എടുത്തിരിക്കുന്നതാണ് കാണുന്നത്. ഈ സ്ത്രീ കുറച്ച് നാളായിട്ട് തന്നെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു എന്ന് രമാകാന്തിന് മനസ്സിലായി. അവൻ ഫോൺ ചെക്ക് ചെയ്യുന്നത് അവർ കാണുന്നുണ്ട്. അവരവനോട് പറയുന്നുണ്ട്, നീ വെറുതെ ഫോണിൽ തരേണ്ട, നിന്റെ വീഡിയോ അതിലല്ല ഉള്ളതെന്ന്. ആകെ വിഷമത്തിൽ രമാകാന്ത് വീട്ടിലേക്ക് പോയി. ആ സമയം രമാകാന്തിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന ആ മെമ്മറി കാർഡ് ഫെർവാനിയാകട്ടെ രമാകാന്ത് അവർക്ക് കൊടുത്ത ആ ടോസ്റ്ററിന്റെ ഒരു ഡ്രോയിലേക്ക് വെക്കുന്നു. അതായത് ടോസ്റ്ററിന്റെ ഒരു ഡ്രോയില് പൊളിറ്റീഷ്യന്റെ വീഡിയോ അടങ്ങുന്ന ബ്ലൂ കളർ മെമ്മറി കാർഡ് ഉണ്ട്. മറ്റൊരു സൈഡിലെ ഡ്രോയില് രമാകാന്തിന്റെ വീഡിയോ അടങ്ങുന്ന റെഡ് കളർ മെമ്മറി കാർഡും. ഓൾറെഡി ആ ഒരു ടോസ്റ്ററിൽ മറ്റൊരു മെമ്മറി കാർഡ് ഇരിക്കുന്നത് ഈ ഫെർവാനി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ശില്പയാകട്ടെ ആ പോലീസുകാരെ എന്തിനാണ് ഡിസൂസയുടെയും ഗ്ലെന്നിന്റെയും വീട്ടിൽ വരുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. രമാകാന്തിന് ശില്പയോടൊന്നും തുറന്നു പറയാനും വയ്യ. ഫെർവാനിയുടെ ശല്യം സഹിക്കവയ്യാതെ രമാകാന്ത് ആകട്ടെ ഫെർവാനിയോട് പറയുന്നുണ്ട്, എനിക്കിനി നിങ്ങൾ പറയുന്നതൊന്നും ചെയ്യാൻ പറ്റില്ല. ദിവസവും നിങ്ങൾ എന്നെ കൊണ്ട് വീട്ടിൽ ജോലി ചെയ്യിപ്പിക്കും, ഡാൻസ് കളിപ്പിക്കും, നിങ്ങളുടെ കാല് മസാജ് ചെയ്യിക്കും. എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ അങ്ങനെ പറഞ്ഞതും ഫെർവാനി പറയുന്നുണ്ട്, നിനക്കിതൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, 50 ലക്ഷം രൂപ എനിക്ക് താ. അത് കേട്ടതും രമാകാന്തിന് ആകെ ദേഷ്യം വരുന്നു. അവന്റെ കയ്യിൽ ഒട്ടും തന്നെ കാശില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. ഫെർവാനിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ ആകെ സങ്കടത്തിലായിരുന്നു രമാകാന്ത്. അപ്പോഴാണ് ഗുഡ്ഡു വന്ന് അവനോട് അവന്റെ വിഷമത്തിന്റെ കാര്യം തിരക്കുന്നത്. രമാകാന്ത് എല്ലാം ഗുഡ്ഡുവിനോട് പറയുന്നു. ആ സ്ത്രീക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാമെന്നാണ് ഗുഡ്ഡു പറയുന്നത്. അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് ആ മെമ്മറി കാർഡ് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഗുഡ്ഡു ആകട്ടെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ രമാകാന്തിന് ഗുഡ്ഡുവിന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. ഫെർവാനിയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കി, നീ മുകളിലേക്ക് കയറി വന്നാണ് പറയുന്നത്. ആകെ സന്തോഷത്തില് രമാകാന്ത് അവിടേക്ക് കയറി ചെന്നെങ്കിലും അവൻ കാണുന്നത് ഗുഡ്ഡു അവിടെ മരിച്ചിരിക്കുന്നതാണ്. ഫെർവാനി ഗുഡ്ഡുവിനെ കൊന്നിട്ടുണ്ടായിരുന്നു. നീയായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നം ഇതൊക്കെ, അതുകൊണ്ട് നീ തന്നെ എന്നെ ഈ ബോഡി ഡംപ് ചെയ്യാൻ വേണ്ടിട്ട് സഹായിക്കണമെന്നാണ് ഫെർവാനി പറയുന്നത്. വേറെ നിവർത്തിയില്ലാതെ അവരുടെ കൂടെ ഗുഡ്ഡുവിന്റെ ബോഡി ഡംപ് ചെയ്യാൻ രമാകാന്തും ചെല്ലുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന ഒരു പാർക്കിന്റെ ഒരു ഏരിയയിലേക്കായിരുന്നു ഗുഡ്ഡുവിന്റെ ബോഡി ഇവർ കൊണ്ടുപോയത്. രമാകാന്ത്
ഫെർവാനി പറഞ്ഞ പ്രകാരം ഒരിടത്ത് കുഴിയെടുക്കാൻ തുടങ്ങി. അവൻ കുഴിയെടുക്കുന്നത് കുറച്ച് സൈഡിലേക്ക് ആയി പോയപ്പോൾ ഫെർവാനി പറയുന്നുണ്ട് അത്രയും സൈഡിലേക്ക് കുഴിയെടുക്കണ്ട, അവിടെ ഓൾറെഡി വേറൊരാളുണ്ടെന്ന്. അത് കേട്ടതും രമാകാന്ത് ഞെട്ടി. അവിടെ ആരുടെ ബോഡി ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ 20 വർഷം മുമ്പ് എന്റെ ഹസ്ബൻഡിനെ ഞാൻ തന്നെയാണ് കൊന്നതെന്നും അയാളെ ഇവിടെ ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നതെന്നും ആ സ്ത്രീ പറയുന്നു. അതോടെ രമാകാന്തിന് മനസ്സിലായി ഇവർ താൻ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള സ്ത്രീയൊന്നുമല്ല, ഇവർ വലിയൊരു ക്രിമിനൽ ആണെന്ന്. അതിന്റെ കൂടെ ഇവർക്ക് ചില മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇവർ ആവശ്യമില്ലാതെ പലതും ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. രമാകാന്തും ഇവരും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതും സെക്സിൽ ഏർപ്പെടുന്നതും ഇവർ പ്രഗ്നന്റ് ആകുന്നതും ഒക്കെ. രമാകാന്തിന് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും ആരടുത്തും പറയരുതെന്നും നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടരുതെന്നും. അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ആ സ്ത്രീയാകട്ടെ രമാകാന്തിനെ ഒന്നുകൂടി ഭീഷണിപ്പെടുത്തുന്നു. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നീ ഇനി ശ്രമിച്ചാലോ, അല്ലെങ്കിൽ ആ വീഡിയോ തട്ടിയെടുക്കാൻ ശ്രമിച്ചാലോ ആ വീഡിയോയും ഈ ബോഡി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലവും ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മെസ്സേജ് പോകും. അതോടെ നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ഇത് കേട്ട് രമാകാന്ത് ശരിക്കും പേടിച്ചു. ഈ സംഭവങ്ങളൊന്നും തന്നെ അവൻ ആരോടും തുറന്നു പറഞ്ഞില്ല. അതിനിടയിൽ ആ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഓർഫനേജിലെ സ്ത്രീ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. രമാകാന്ത് തന്നെയാണ് തന്റെ ടോസ്റ്റർ എടുത്തുകൊണ്ട് പോയത് അയാളുടെ വീട്ടിൽ പോയി വീണ്ടും പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ സമയം രമാകാന്ത് ആകട്ടെ രാത്രിയിൽ ഗുഡുവിന്റെ ഡെഡ് ബോഡിയൊക്കെ കുഴിച്ചിട്ടിട്ട് രാവിലെയാണ് വീട്ടിലേക്ക് വരുന്നത്. അവന്റെ കോലം കണ്ടിട്ട് ശില്പ അവനെ ചോദ്യം ചെയ്യുന്നു. നീ എവിടെ പോയിട്ടാ വന്നത്? രാത്രി മുഴുവൻ എവിടെയായിരുന്നു? കുറച്ച് ദിവസങ്ങളായിട്ട് നീ ഇങ്ങനെ തന്നെയാ? മര്യാദയ്ക്ക് എന്റെ അടുത്ത് സത്യം തുറന്നു പറയുന്നതാ നല്ലതെന്ന്. ആ സമയം അവനെ തേടി ആ പോലീസുകാരൻ വരുന്നുണ്ട്. ഈ ഓർഫനേജിലെ സ്ത്രീ ഇത്തവണ കംപ്ലൈന്റ് കൊടുത്തത് ഈ പോലീസുകാരന്റെ അടുത്തായിരുന്നല്ലോ. അത് കാരണം അയാൾക്ക് മനസ്സിലായി ഗ്ലെന്നിന്റെ കയ്യിലുണ്ടായിരുന്ന ടോസ്റ്റർ ഇപ്പോൾ രമാകാന്തിന്റെ കയ്യിലാണെന്ന്. അത് കാരണം പോലീസുകാരൻ രമാകാന്തിനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എന്നാൽ രമാകാന്ത് പറയുന്നുണ്ട് തന്റെ കയ്യിൽ ആ ടോസ്റ്റർ ഒന്നുമില്ല, താനത് എടുത്തിട്ടില്ല എന്ന്. കംപ്ലൈന്റ് കൊടുത്ത ഓർഫനേജിലെ സ്ത്രീയും കൂടെ അവിടേക്ക് വരുന്നു. ആകെ പ്രശ്നമായി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന മിസസ് ഫെർവാനി ആകട്ടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഓർഫനേജിലെ സ്ത്രീയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ ടോസ്റ്ററിന്റെ വില ഞാൻ തരാം, നിങ്ങൾ പുതിയൊരു ടോസ്റ്റർ വാങ്ങാൻ കാശ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓർഫനേജിലെ സ്ത്രീ ഫെർവാനിയുടെ കയ്യിൽ നിന്ന് ആ കാശ് വാങ്ങിപ്പോയി. എനിക്കൊരു കംപ്ലൈന്റും ഇല്ലാന്നും പറയുന്നു. ഇതോടെ പോലീസുകാരന് ദേഷ്യം വരുന്നു. ഇവരുടെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ രമാകാന്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ടോസ്റ്റർ തട്ടിയെടുക്കാൻ പറ്റൂ. അതിനുള്ളിലാണ് ആ പൊളിറ്റീഷ്യന്റെ വീഡിയോ ഉള്ളത്. കംപ്ലൈന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഈ പോലീസുകാരന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളും അവിടെ നിന്ന് പോയി. ശില്പ ഒരുവിധം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് രമാകാന്ത് ഫെർവാനിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ വെറുതെ അവർക്ക് കാശൊക്കെ കൊടുക്കാൻ പോയത്? എന്നെ ഇനി എന്തൊക്കെ അപകടത്തിലാണ് നിങ്ങൾ കൊണ്ടിടാൻ പോകുന്നതെന്ന്. എന്നാൽ ഫെർവാനി വീണ്ടും അവനോട് പറയുന്നുണ്ട് ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണ്, ഒരു സന്തോഷമില്ലാത്ത എന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വരാൻ പോവുകയാണെന്ന്. ഇവർ വീണ്ടും ഓരോന്ന് ഇമാജിൻ ചെയ്യുകയാണെന്ന് രമാകാന്തിന് മനസ്സിലായി. ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും നമുക്കിടയിൽ നടന്നിട്ടില്ല. ആകെ മസാജും വീട്ടുജോലിയും ചെയ്താൽ മാത്രം എങ്ങനെയാ കുട്ടി ഉണ്ടാകുന്നതെന്ന് ഇവൻ അവരോട് ചോദിക്കുന്നു. എന്നാൽ അവരതൊന്നും കേൾക്കുന്നില്ല. ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്നാണ് അവർ ഇടയ്ക്കിടയ്ക്ക് രമാകാന്തിനോട് പറയുന്നത്. എല്ലാം കൊണ്ടും ആകെ ഭ്രാന്ത് പിടിച്ച രമാകാന്ത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം കാണണമെന്നും ഇതൊക്കെ ശില്പ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ ഇട്ടിട്ട് പോകുമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പോലീസുകാരൻ രമാകാന്തിനെ തേടി വരുന്നു. അതേസമയം ശില്പയാകട്ടെ ശരിക്കും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഓർഫനേജിൽ പോയി അന്വേഷിച്ചപ്പോൾ ശില്പയ്ക്ക് മനസ്സിലായി രമാകാന്ത് അവിടെ നിന്നും ആ ടോസ്റ്റർ മോഷ്ടിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ആ സമയം കൊണ്ട് രമാകാന്ത് ആകട്ടെ ആ പോലീസുകാരനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഫെർവാനി എങ്ങനെയാണ് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അവരുടെ വീട്ടിലാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ടോസ്റ്റർ ഇപ്പോൾ ഉള്ളതെന്നും. എന്നാൽ പോലീസുകാരൻ രമാകാന്തിനോട് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് നീ ചുമ്മാ അവർക്കൊരു മെസ്സേജ് അയക്കാൻ, അപ്പോൾ അവരെന്തായാലും വാതിൽ തുറന്നിടും. എന്നാൽ രമാകാന്ത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും അയക്കണ്ട, അവരെപ്പോഴും വാതിൽ തുറന്നു തന്നെ ഇട്ടിരിക്കുന്നതെന്ന്. നേരെ ഇങ്ങ് കയറി ചെന്നാ മതി. അങ്ങനെ പോലീസുകാരൻ തോക്കും എടുത്തുകൊണ്ട് നേരെ ഫെർവാനിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ എല്ലാം ഇരുട്ടായിരുന്നു. ഫെർവാനിയെ വിളിച്ചുകൊണ്ട് അവരകത്തെല്ലാം കറങ്ങി നടക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രമാകാന്തിന്റെ മെസ്സേജ് വന്നു. മുകളിലേക്ക് കയറി വാ, ആ സ്ത്രീയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പേടിച്ചാണ് രമാകാന്ത് അകത്തേക്ക് കയറി ചെന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും ഫെർവാനിയാകട്ടെ ഈ പോലീസുകാരനെ അടിച്ചു കൊന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന രമാകാന്തിനോട് ഫെർവാനി പറയുന്നുണ്ട് ഇയാളെ നമുക്ക് ആ പാർക്കിൽ തന്നെ കൊണ്ടുപോയി കുഴിച്ചിടേണ്ടി വരുമെന്ന്. വേറെ നിവൃത്തിയില്ലാത്ത രമാകാന്ത് ഫെർവാനിയുടെ കൂടെ ഇയാളുടെ ബോഡി എടുത്തുകൊണ്ട് പാർക്കിലേക്ക് പോവുകയാണ്. ആ സമയം അതുവഴി വന്ന ശില്പയാകട്ടെ ഇവർ ഒരുമിച്ച് കാറിൽ പോകുന്ന കണ്ടിട്ട് അവരെ ഫോളോ ചെയ്ത് അവിടേക്ക് പോകുന്നു. ഗുഡുവിനെ കുഴിച്ചിട്ട അതേ കുഴി ഇവർ വീണ്ടും തുറക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ പോലീസുകാരനെ ഇടാൻ വേണ്ടി തുടങ്ങിയാണ്. ആ സമയം ഇത് കണ്ടുകൊണ്ട് ശില്പ അവിടേക്ക് വരുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുന്നു. രമാകാന്ത് ശില്പയോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന്. ഗുഡുവിനെ ഇട്ടിരുന്ന ആ കുഴിയില് ഫെർവാനി ഒരു തുണിയിൽ പൊതിഞ്ഞ് ആ ടോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ശില്പയോട് രമാകാന്ത് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ തന്നെ ആ പോലീസുകാരൻ എഴുന്നേറ്റ് വരുന്നു. അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അയാളുടെ ബോധം മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അയാൾ തോക്കെടുത്ത് എല്ലാവരെയും ചൂണ്ടുന്നു. മര്യാദയ്ക്ക് ആ ടോസ്റ്റർ എനിക്ക് താ, അതിനുള്ള വീഡിയോ അടങ്ങുന്ന മെമ്മറി കാർഡ് എനിക്ക് വേണമെന്ന് പറയുന്നു. അപ്പോൾ ഫെർവാനി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ എങ്ങനെ അതിൽ വന്നതെന്ന്. കാരണം ഓൾറെഡി ഫെർവാനി രമാകാന്തിന്റെ വീഡിയോ അടങ്ങുന്ന മെമ്മറി കാർഡല്ലേ അതിൽ വെച്ചിരിക്കുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അമര എന്ന് പറയുന്ന പൊളിറ്റീഷ്യന്റെ വീഡിയോയും രമാകാന്തിന്റെ വീഡിയോയും ഇതേ ടോസ്റ്ററിനുള്ളിലാണെന്ന്. ഈ പോലീസുകാരൻ അപ്പൊ തന്നെ പൊളിറ്റീഷ്യന് മെസ്സേജ് അയക്കുന്നു താൻ പറയുന്ന ലൊക്കേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. ഫെർവാനി പോലീസുകാരനെ ആക്രമിക്കാൻ വന്നതും പോലീസുകാരൻ അവരുടെ തലക്കടിച്ച് വീഴ്ത്തുന്നു. അവരുടെ ബോധം പോയി. ഫെർവാനി പോലീസുകാരനെ ആക്രമിക്കാൻ വന്നതും പോലീസുകാരൻ അവരുടെ തലക്കടിച്ച്
തലക്കടിച്ച് വീഴ്ത്തുന്നു. അവരുടെ ബോധം പോയി. പോലീസുകാരന്റെ കയ്യിലെ ഗണ്ണ് തട്ടിപ്പറിച്ച് ശില്പയാകട്ടെ രമാകാന്തിനോട് സത്യങ്ങൾ മുഴുവൻ തുറന്നു പറയാൻ പറയുന്നു. അങ്ങനെ രമാകാന്ത് ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എങ്ങനെയാണ് ഈ സ്ത്രീ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതെന്നുൾപ്പെടെ എല്ലാം ഈ ടോസ്റ്റർ കാരണമാണ്. അതും പറഞ്ഞ് ദേഷ്യത്തിലെ രമാകാന്ത് ടോസ്റ്റർ താഴേക്കെടുത്തെറിഞ്ഞു. അതിനുള്ളിൽ നിന്ന് 2 സിം കാർഡും പുറത്തേക്ക് വീണു. അപ്പോഴേക്കും ഫെർവാനിക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അവര് ചാടി എഴുന്നേറ്റ് തോക്ക് തട്ടിപ്പറിച്ച് ഇവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. രമാകാന്തിന്റെ വീഡിയോ അടങ്ങുന്ന റെഡ് കളർ മെമ്മറി കാർഡ് അവരുടെ കയ്യിലെടുത്തു. ബ്ലൂ കളർ മെമ്മറി കാർഡ് നിങ്ങളുടെ ഫോണിലിട്ട് നോക്കാൻ പറയുന്നു. പോലീസുകാരൻ അത് ഫോണിലിട്ട് നോക്കിയപ്പോൾ അത് അമറെന്ന് പറയുന്ന പൊളിറ്റീഷ്യന്റെ വീഡിയോ ആയിരുന്നു. അവരെല്ലാവരും ആ വീഡിയോ കണ്ടു. ഫെർവാനിയാകട്ടെ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചതും പോലീസുകാരനും ഫെർവാനിയും തമ്മിൽ പിടിവലിയായി. ദേഷ്യം വന്ന ഫെർവാനിയാകട്ടെ പോലീസുകാരനെ ഷൂട്ട് ചെയ്യുന്നു. അയാളെ നേരെ ആ കുഴിയിലേക്ക് വീണു. ഈ സൗണ്ട് കേട്ടുകൊണ്ടാണ് ആ പൊളിറ്റീഷ്യനും ആൾക്കാരും അവിടേക്ക് വരുന്നത്. ഈ പിടിവലിക്കിടയിൽ ഫെർവാനിയുടെ കയ്യിൽ നിന്നും വീണ തന്റെ വീഡിയോ അടങ്ങുന്ന മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് രമാകാന്തും ശില്പയും അവിടെ നിന്ന് ഓടുന്നു. അവരെ ഫോളോ ചെയ്ത് ഫെർവാനി വന്നെങ്കിലും ശില്പയും രമാകാന്തും ചേർന്നിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ശില്പ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തപ്പോൾ അവരുടെ കൂടെ പിടിച്ചു നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ശില്പയ്ക്ക് അറിയാവുന്ന പോലെ അവർക്കും കരാട്ടേക്ക് അറിയാമായിരുന്നു. ഒടുവിൽ 2 പേരും കൂടെ ഇവരെ അടിക്കാൻ ആരംഭിച്ചു. ഇവരാകട്ടെ ശില്പയുടെയും രമാകാന്തിന്റെയും പുറകെ തോക്കെടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. തോക്കിലെ ബുള്ളറ്റ് തീർന്നതോടുകൂടിയാണ് ഇവരെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിച്ചത്. പക്ഷെ വീണ് കിടന്നിട്ടും ഇവർ രണ്ടും കൽപ്പിച്ച് ചാടി എഴുന്നേറ്റ് രമാകാന്തിന്റെ ശില്പയുടെ നേരെ വരുന്നു. എന്നാൽ അവർ 2 പേരും മാറിക്കളഞ്ഞതും ഇവർ നേരെ ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴുകയും സ്പോട്ടിൽ മരിക്കുകയും ചെയ്തു. ബഹളമെല്ലാം കേട്ടുകൊണ്ട് ആ പൊളിറ്റീഷ്യൻ അവിടേക്ക് വരികയും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് രമാകാന്തിനോട് ശില്പയോടും ചോദിക്കുകയും ചെയ്തു. രമാകാന്ത് പറയുന്നത് ആ വയസ്സായ സ്ത്രീ പോലീസുകാരനെയും ഈ ഗുഡു എന്ന് പറയുന്ന പയ്യനെയും കൊന്നുവെന്ന്. എന്റെ വീഡിയോ അടങ്ങുന്ന മെമ്മറി കാർഡ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ രമാകാന്ത് തന്റെ വീഡിയോ അടങ്ങുന്ന മെമ്മറി കാർഡ് എടുത്ത് തൽക്കാലം അയാളുടെ കയ്യിൽ കൊടുത്തു. അല്ലെ ഈ പൊളിറ്റീഷ്യൻ തങ്ങളെ വെറുതെ വിടില്ലാന്ന് രമാകാന്തിന് അറിയാമായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് രമാകാന്ത് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഫോണിലിട്ട് നോക്കുകയും അത് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുമെന്ന്. എന്നാൽ രമാകാന്ത് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഫോണിലിട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഹാക്കേഴ്സിന് അത് വീണ്ടും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് നശിപ്പിച്ച് കളയുന്നതാ നല്ലത്. നിങ്ങളിത് ഫോണിലൊന്നും ഇട്ട് കാണാനേ പാടില്ല. കാരണം അയാൾ അങ്ങനെ അത് ഫോണിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് അയാളുടെ വീഡിയോ അല്ലാന്നും രമാകാന്തിന്റെ വീഡിയോ ആണെന്നും പൊളിറ്റീഷ്യൻ മനസ്സിലാക്കുമെന്ന് രമാകാന്തിന് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ മെമ്മറി കാർഡ് നശിപ്പിച്ച് കളയാൻ അയാളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. രമാകാന്ത് അങ്ങനെയൊക്കെ പറഞ്ഞതും അയാളാകട്ടെ ആ മെമ്മറി കാർഡ് ചവച്ചരച്ചങ്ങ് വിഴുങ്ങുന്നു. ഇത് കണ്ടതും രമാകാന്തിന് സന്തോഷമായി. തന്റെ വീഡിയോ ഇനി എന്തായാലും ആരും കാണാൻ പോകുന്നില്ല. ആ ബോഡികളുടെ കാര്യമൊക്കെ പൊളിറ്റീഷ്യൻ നോക്കിക്കൊള്ളും. പക്ഷേ ശില്പ രമാകാന്തിനോട് പിണക്കത്തിലായിരുന്നു ഈ സത്യങ്ങളെല്ലാം അവളിൽ നിന്ന് മറച്ചു വെച്ചതിന്. എന്നാൽ രമാകാന്ത് അവളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുകയും ഞാനിനി ഒന്നും നിന്നിൽ നിന്ന് മറച്ചു വെക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ 2 പേരും വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മുടെ ആനിവേഴ്സറി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ശില്പ ചോദിക്കുമ്പോൾ രമാകാന്ത് അവളെ കൊണ്ടുപോകുന്നത് അന്നദാനം നടക്കുന്ന സ്ഥലത്തേക്കാണ്. ആവശ്യമില്ലാതെ കാശ് കളയുന്നത് അവൻ ഇപ്പോഴും ഇഷ്ടമായിരുന്നില്ല. ആ സ്വഭാവത്തിൽ മാത്രം ഒരു മാറ്റവും വന്നില്ല. അതിനിടയ്ക്ക് അവന്റെ കടയിൽ ഒരാൾ വരുന്നുണ്ട്. ഏറ്റവും വില കൂടിയ പെർഫ്യൂം ചോദിക്കുന്നു. വാങ്ങാനാണെന്ന് കരുതിയിട്ട് അവനതെടുത്ത് കൊടുക്കുന്നു. എന്നാൽ അയാളാകട്ടെ കുറച്ച് ചില്ലറ പൈസ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് വാങ്ങാനൊന്നുമല്ല, 2 തവണ എന്റെ ശരീരത്തിൽ നിന്ന് അടിച്ചു തന്നാൽ മതി, എനിക്കൊരു ഫംഗ്ഷന് പോകാനാണെന്ന്. തന്നേക്കാൾ വലിയ പിശുക്കനാണ് ഇയാളെന്ന് രമാകാന്തിന് മനസ്സിലായതും അയാളുടെ കൂടെ അവൻ നിന്നൊരു സെൽഫി എടുക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.